നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് മലയാളികളുടെ പുതുവർഷ പിറവിയാണ്. മലയാളത്തിന്റെ പുതുവർഷ പിറവിയാകുമ്പോൾ അല്ലലില്ലാത്ത ആണ്ടുപിറപ്പാവുകയാണ് ഇന്ന്. വാടാനപ്പള്ളിയിൽ തട്ടുകടയുടെ മറവിൽ അനധികൃത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന ആളെ എക്സൈസ് സംഘം പിടികൂടി. കാഞ്ഞാണിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അന്തിക്കാട് സ്വദേശി മരിച്ചു. കരുവാങ്കുളം കീഴ്പുള്ളിക്കര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കാൽനട യാത്ര സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ന് മലയാളികളുടെ പുതുവർഷ പിറവിയാണ്. മലയാളത്തിന്റെ പുതുവർഷ പിറവിയാകുമ്പോൾ അല്ലലില്ലാത്ത ആണ്ടുപിറപ്പാവുകയാണ് ഇന്ന്. മലയാളി ഇന്ന് കൊണ്ടാടുന്ന പൊന്നിൻ ചിങ്ങ പിറവിക്കൊപ്പം കൊല്ലവർഷം പുതിയ നൂറ്റാണ്ടിലേക്ക് കടന്നു. കർക്കിടകം 32-ന് 1199 വിട ചൊല്ലി. ചിങ്ങം 1-ഓടെ കേരളത്തിന്റെ മാത്രമായ 1200 എന്ന കൊല്ലവർഷം തുടങ്ങുകയായി. കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ചിന്തകൾ പങ്കുവയ്ക്കാനുമുള്ള അവസരം കൂടിയാണ് ഈ ദിവസം. കൊല്ലവർഷത്തിന്റെ ആദ്യ നാളായതിനാൽ ചിങ്ങം 1 പുതുവത്സരം കൂടിയാണ്. ഓണക്കാലത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുന്നത്. മുറ്റത്ത് പൂക്കളവും ഊഞ്ഞാലാട്ടവും കൈകൊട്ടിക്കളിയും തുമ്പിതുള്ളലും ഓണസദ്യയുമെല്ലാം മലയാളികളുടെ മനസ്സിൽ ഓർമ്മകളായെത്തും. ദൈനംദിന ജീവിതത്തിലും ഔദ്യോഗിക കാര്യങ്ങൾക്കും ഇംഗ്ലീഷ് കലണ്ടർ വർഷത്തെ ആശ്രയിക്കുമ്പോഴും വിതയ്ക്കും വിളവെടുപ്പിനും നാളും നക്ഷത്രവും നിശ്ചയിക്കാനും വിവാഹ മുഹൂർത്തങ്ങൾക്കും പുതിയ വീട് വെക്കുന്നതിനും താമസമാക്കുന്നതിനും മലയാളികൾ ആശ്രയിക്കുന്നത് കൊല്ലവർഷത്തെയാണ്. ശ്രാദ്ധമൂട്ടുന്നതും കൊല്ലവർഷത്തെ ആധാരമാക്കിയാണ്. ഓരോ 100 വർഷം കൂടുമ്പോഴും വീണ്ടും ഒന്നിൽ തുടങ്ങുന്ന സപ്തർഷി വർഷമായിരുന്ന ഭാരതത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. കശ്മീർ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു സപ്തർഷി വർഷം. എന്നാൽ മേടമാസം 1-ാം തീയതി പുതുവർഷമായി കണക്കാക്കുന്ന കലിവർഷ കലണ്ടറും ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു. അതിലും 12 മാസമാണ് ഉൾപ്പെട്ടിരുന്നത്. വാണിജ്യ കേന്ദ്രമായ കൊല്ലത്ത് മറ്റ് ദേശങ്ങളിൽ നിന്ന് കപ്പൽ മാർഗമെത്തിയ കച്ചവടക്കാരാണ് അവർക്ക് പരിചിതമായിരുന്ന സപ്തർഷി വർഷവും ഇവിടുത്തെ കാലഗണനാ രീതികളും ചേർത്ത് 12 മാസങ്ങളുള്ള കൊല്ലവർഷത്തിന് രൂപം നൽകാൻ കാരണക്കാരായത്. വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രോമിസറി നോട്ടുകൾ തയ്യാറാക്കാനും മറ്റും ഇതാവും കൂടുതൽ സൗകര്യപ്രദമെന്ന് അന്നത്തെ വേണാട് രാജാവിനോട് അവർ ആവശ്യപ്പെട്ടു. AD 824-ലാണ് കൊല്ലവർഷം ആദ്യമായി കണക്ക് കൂട്ടി തുടങ്ങിയത്. എന്നാൽ കൊല്ലവർഷവുമായി ബന്ധപ്പെട്ട് മറ്റു പല അവകാശവാദങ്ങളും നിലവിലുണ്ട്. കൊല്ലം നഗരം സ്ഥാപിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന അഭിപ്രായവുമുണ്ട്. ഏതായാലും മലയാളിക്ക് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തുടക്കമാണ് ചിങ്ങം 1. വാടാനപ്പള്ളിയിൽ തട്ടുകടയുടെ മറവിൽ അനധികൃത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന ആളെ എക്സൈസ് സംഘം പിടികൂടി. വാടാനപ്പള്ളി ചിലങ്ക സെന്ററിൽ തട്ടുകടയുടെ മറവിൽ ഹാൻഡ്സ് വിൽപ്പന നടത്തിയിരുന്ന ബീഹാർ സ്വദേശി ധർമ്മേഷ് കുമാറാണ് പിടിയിലായത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വ്യാപകമായ രീതിയിൽ ഹാൻഡ്സ് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതി. ഇയാളിൽ നിന്ന് 5 കിലോഗ്രാം അധികം വരുന്ന അനധികൃത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പ്രതിയിൽ നിന്ന് പിഴ ഈടാക്കി ജാമ്യത്തിൽ വിട്ടു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് വാടാനപ്പള്ളി എക്സൈസ് സംഘം നടന്ന പ്രത്യേക പെട്രോളിംഗിലാണ് ഇയാളെ പിടികൂടിയത്. എക്സൈസ് ഓഫീസർ വിജി സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ KR ഹരിദാസ്, സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ KV രാജേഷ്, K രഞ്ജിത്ത്, ഡ്രൈവർ രാജേഷ് എന്നിവർ പങ്കെടുത്തു. കാഞ്ഞാണിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അന്തിക്കാട് സ്വദേശി മരിച്ചു. അന്തിക്കാട് റോഡിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് ഓടിച്ചിരുന്ന അന്തിക്കാട് സ്വദേശി മരിച്ചു. അന്തിക്കാട് പള്ളത്ത് വീട്ടിൽ 38 വയസ്സുള്ള രവിയാണ് മരിച്ചത്. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ കപ്പേളയ്ക്ക് സമീപം ശനിയാഴ്ച രാവിലെ 8:15-ഓടെയായിരുന്നു അപകടം. കാഞ്ഞാണിയിലെ ഗാർഡിയൻ ആംബുലൻസിൽ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കരുവാങ്കുളം കീഴ്പുള്ളിക്കര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കാൽനട യാത്ര സംഘടിപ്പിച്ചു. കരുവാങ്കുളം ബസ് സ്റ്റോപ്പ് മുതൽ കീഴ്പുള്ളിക്കര വരെ നടന്ന കാൽനട പ്രക്ഷോഭയാത്രയുടെ ഉദ്ഘാടനം NS അയൂബ് നിർവഹിച്ചു.
MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനകീയ സമിതി കൺവീനർ ഷാജഹാൻ NK, വികാസ് ചക്രപാണി, പ്രേമൻ തൈപ്പറമ്പത്ത്, രാജൻ തൈപ്പറമ്പത്ത്, ഹബീബ് അഴിമാവ്, ജോഷി മുൻസീൻ പുതിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രക്ഷോഭയാത്രയ്ക്ക് പുഷ്പാഗതൻ കണാറ, റാഫി പുതിയ വീട്ടിൽ, മിരീഫ് പുതിയ വീട്ടിൽ, ശ്രീധരൻ, അബ്ദുൾ മുത്തലിബ്, യൂസഫ് തിരുത്തേക്കാട്, സമദ്, അബ്ദുള്ള, ജെയിംസ് തത്തപ്പുഴ, കുട്ടൻ, മണി, വേണു, ഫിറോസ് മൂന്നാക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം പള്ളിയുടെ പരിസരത്താണ് സമാപന സമരം. താനെ പഞ്ചായത്ത് ഭരണസമിതി അംഗം മിനി ആൻഡോത്തറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹബീബ് അഴിമാവ് നന്ദിയും പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നമുക്ക് വേറൊരു രാഷ്ട്രീയ വിചാരങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളോ ഒന്നുമില്ല. ഈ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, അതായത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നമ്മുടെ ഗ്രാമത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നായ കരുവാങ്കുളം റോഡ് നന്നാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുള്ള പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. അതിന് ഈ പ്രതിഷേധ നടത്തം, അതായത് കിഴപ്പള്ളിക്കര മുതൽ പള്ളി വരെയുള്ള ഈ പ്രതിഷേധ നടത്തം കഴിമ്പ്രം ശ്രീരാമചന്ദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 10ാം വാർഷികാഘോഷം 2024 ഓഗസ്റ്റ് 18 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 5 മണി വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ തൃപ്രയാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീരാമചന്ദ്ര ട്രസ്റ്റ് അങ്കണത്തിൽ നടക്കുന്ന പരിപാടി രാവിലെ കഴിമ്പ്രം നൊസ്റ്റാൾജിയ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, സാംസ്കാരിക സമ്മേളനം, ഗ്രാമീണ വായനശാല സമർപ്പണം, ഓണപ്പുടവ വിതരണം, പകൽ വീട്ടിലെ അമ്മമാരുടെ കലാപരിപാടികൾ എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ KV മോഹനൻ മാസ്റ്റർ, KV ഹർഷൻ, ബിജു രാമചന്ദ്രൻ, ND വേണു, രാധാമണി, NP എന്നിവർ പങ്കെടുത്തു. റോഡുകൾ പുനർനിർമ്മിക്കാൻ ജലജീവൻ മിഷൻ നൽകിയ കോടികൾ എന്തു ചെയ്തു എന്ന് പഞ്ചായത്ത് വ്യക്തമാക്കണമെന്ന് UDF. ജലജീവൻ മിഷൻ പൈപ്പുകൾ ഇടുന്നതിന് പൊളിച്ച പഞ്ചായത്ത് റോഡുകൾ പുനർനിർമ്മിക്കാൻ നൽകിയ 11 കോടി രൂപ എന്ത് ചെയ്തുവെന്ന് നാട്ടിക പഞ്ചായത്ത് വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ആവശ്യപ്പെട്ടു. കാലങ്ങളായി തകർന്നു കിടക്കുന്ന നാട്ടിക ബീച്ച് റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹാറൂൺ റഷീദ്. ഹെൽത്ത് സെന്റർ, നാട്ടിക ആരിക്കിരി ക്ഷേത്രം, മുഹീദ്ദീൻ ജുമാ മസ്ജിദ്, സ്കൂളുകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ MA യൂസഫ് അലിയെ പോലെ പ്രമുഖർ താമസിക്കുന്നതും ആശ്രയിക്കുന്നതും നാട്ടിക ബീച്ച് റോഡിനെയാണ്. ജലജീവൻ നൽകിയ പണത്തിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ എങ്കിലും നടത്തിയിരുന്നു എങ്കിൽ ജനങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരില്ല. പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ജനകീയ സമരങ്ങൾ ഉയർന്നു വരണമെന്ന് ഹാറൂൺ റഷീദ് ആവശ്യപ്പെട്ടു. UDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലു മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, KA കബീർ, AN സിദ്ധപ്രസാദ്, PE അമീർ, TV ഷൈൻ, PC ജയപാലൻ, ബാബു പനക്കൽ, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി. പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്ന് തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ K ശാന്തകുമാരി MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റിംഗിൽ നിർദ്ദേശിച്ചു. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ചില ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് വളരെ ഗൗരവമുള്ളതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗം പൊതുസമൂഹത്തിന്റെ കൂടി ശ്രദ്ധയും പരിഗണനയും ആവശ്യമുള്ള വിഭാഗം എന്ന നിലയിൽ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കാലതാമസം ഉണ്ടാകാൻ പാടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ പട്ടയ പ്രശ്നങ്ങൾ, വികസന പദ്ധതികൾ സമയബന്ധിതമായി പരിശോധിക്കണം. വികസന പദ്ധതികളിൽ നിർവഹണ ഏജൻസികളുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാക്കണമെന്ന് സമിതി നിർദ്ദേശിച്ചു. 9 ഫയലുകൾ സിറ്റിംഗിൽ പരിഗണിച്ചു. 25 പുതിയ അപേക്ഷകളും സ്വീകരിച്ചു. ജില്ലയിൽ നിന്നും ലഭിച്ച പരാതികളിന്മേൽ ബന്ധപ്പെട്ട ജില്ലാതല ഉദ്യോഗസ്ഥരിൽ നിന്ന് സമിതി തെളിവ് വെളിപ്പെടുത്തി. കോൺഗ്രസിന്റെ സമര നാടകം നിർത്തണമെന്ന് MR ദിനേശൻ. ജലജീവൻ മിഷന്റെ ഭാഗമായി 2017 നാട്ടിക UDF ഭരണസമിതി ഒപ്പുവെച്ച കരാറിൽ പൈപ്പുകൾ ഇടാൻ റോഡ് പൊളിച്ചാൽ റെസ്റ്റോറേഷനോ ടാറിങ്ങിനോ ഫണ്ട് വകയിരുത്തിയിട്ടില്ലെന്നും പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും റോഡിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തണമെന്നാണ് കരാറിലുള്ളതെന്നും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്തിരുന്നു. നാട്ടിക പഞ്ചായത്തിലെ 170 റോഡുകൾ പൈപ്പിടലിന്റെ ഭാഗമായി പൊളിച്ചിട്ടുണ്ട്. 9,60,00,000 രൂപ റോഡ് റീസ്റ്റോറേഷന് വേണം. ഫുൾ ടാറിങ്ങിനും ഇതിനും കൂടുതൽ തുകയാവും. എന്നിരിക്കെ ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് കഴിഞ്ഞ UDF ഭരണസമിതി കരാറിൽ ഒപ്പിട്ടത്. നാട്ടിക ബീച്ച് റോഡ് പൊളിച്ചു പണിയുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപ ഈ സാമ്പത്തിക വർഷം 20 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തി DPC അംഗീകാരം കിട്ടിയിട്ടുണ്ട്. മറ്റു റോഡുകൾക്കായി 6,50,00,000 രൂപയുടെ സർക്കാരിന്റെ ഭരണാനുമതിയുമായിട്ടുണ്ട്. ജലജീവൻ മിഷനാണ് ടെൻഡർ നടപടി പൂർത്തിയാക്കേണ്ടത്. 1 കോടിക്ക് താഴെയാണ് പഞ്ചായത്തിന് ഒരു വർഷം കിട്ടുക. കഴിഞ്ഞ കോൺഗ്രസ് ഭരണസമിതി ഒപ്പിട്ട കരാറിന്റെ കൊടുങ്കാര്യസ്ഥത മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഈ സമര നാടകം നടത്തുന്നതെന്ന് കോൺഗ്രസ്
ഒപ്പുവെച്ച കരാർ ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കാൻ ഈ ഭരണസമിതി തയ്യാറാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം, മനുഷ്യന്മാരായി പോയില്ലേ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL, കണക്റ്റിംഗ് ഇന്ത്യ. വാർത്താനേരം തുടരുന്നു. വേറിട്ട സമരത്തിന് ഫലം കണ്ടു. റോഡിലെ കുടിവെള്ള പൈപ്പിലെ ചോർച്ചയടച്ചു. മൂന്നുപിടിക ബീച്ച് റോഡിലെ വേറിട്ട സമരത്തിന് ഫലം കണ്ടു. പൈപ്പിലെ ചോർച്ചയടച്ച വാട്ടർ അതോറിറ്റി മേഖലയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. 2 ആഴ്ചയായിട്ടും പൈപ്പ് പൊട്ടിയത് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചു പൊതുപ്രവർത്തകൻ രായം വരക്കാർ ഷെഫീഖാണ് റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ച് സമരം നടത്തിയത്. കയ്പമംഗലം 14-ാം വാർഡിലെ MIC ജംഗ്ഷൻ സെന്ററിലാണ് പൈപ്പ് പൊട്ടിയത്. സംഭവം വാർത്തയായതോടെ ഇന്ന് രാവിലെ 8 മണിയോടെ വാട്ടർ അതോറിറ്റി കരാറുകാർ എത്തി ചോർച്ച പരിഹരിക്കുകയായിരുന്നു. SNDP ദേവമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരുവിന്റെ 170-ാം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായിക്കൊണ്ട് പതാക ദിനം ആചരിച്ചു. പുത്തൻപീടിയ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് സെക്രട്ടറി സിജോ മാത്യു അധ്യക്ഷത വഹിച്ചു. എല്ലാ ശനിയാഴ്ചകളിലും നടക്കാനിരിക്കുന്ന നാടകത്തിന്റെ ഭാഗമായി അരങ്ങേറിയ ആദ്യ നാടകമാണ് അടയാളം. പള്ളി കോംപ്ലക്സിൽ അരങ്ങേറിയ നാടകത്തിൽ ഷാജു കണക്കന്ത്ര, ദീപു വള്ളു, ജോൺസൺ കിടങ്ങൻ, സ്റ്റീഫൻ തട്ടിൽ, സിജോ മാത്യു, രാജേഷ് എന്നിവർ അഭിനയിച്ചു. കൂട്ടായ്മ കൺവീനർ ഗിരീഷ് കുന്നത്ത് നന്ദി പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് എന്നിവർ മുഖ്യാതിഥികളായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരണം നടത്തി. കൃഷി ഓഫീസർ PS സുനിൽ, കൃഷി അസിസ്റ്റന്റ് VC വിനോദ്, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരണം നടത്തി. കൃഷി ഓഫീസർ PS സുനിൽ, കൃഷി അസിസ്റ്റന്റ് VC വിനോദ്, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്ന് പറയുന്ന സാധാരണ രീതി ഉണ്ടല്ലോ, അത് നമുക്ക് ഫലത്തിൽ കൊണ്ടുവരാൻ കഴിയും. അതിന് നമ്മുടെ കൃഷിഭവൻ, പഞ്ചായത്ത്, ബന്ധപ്പെട്ടത് മറ്റ് എല്ലാ സ്ഥാപനങ്ങളും ഒരുമിച്ചുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ചർച്ച് കോംപ്ലക്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുത്തൻപീടിക നാടക തിയേറ്റർ ഒരുക്കിയ വയനാടിന് സമർപ്പണമായി അടയാളം എന്ന നാടകം അരങ്ങേറി. പുത്തൻപീടിയ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് സെക്രട്ടറി സിജോ മാത്യു അധ്യക്ഷത വഹിച്ചു. എല്ലാ ശനിയാഴ്ചകളിലും നടക്കാനിരിക്കുന്ന നാടകത്തിന്റെ ഭാഗമായി അരങ്ങേറിയ ആദ്യ നാടകമാണ് അടയാളം. പള്ളി കോംപ്ലക്സിൽ അരങ്ങേറിയ നാടകത്തിൽ ഷാജു കണക്കന്ത്ര, ദീപു വള്ളു, ജോൺസൺ കിടങ്ങൻ, സ്റ്റീഫൻ തട്ടിൽ, സിജോ മാത്യു, രാജേഷ് എന്നിവർ അഭിനയിച്ചു. കൂട്ടായ്മ കൺവീനർ ഗിരീഷ് കുന്നത്ത് നന്ദി പറഞ്ഞു. ഈ മരിച്ചവരുടെ പ്രതിനിധിയായി ഞങ്ങളെ കേൾക്കാൻ നിങ്ങളുണ്ടല്ലോ, അത് മതി. എനിക്ക്
വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും കാർഷിക വികസന സമിതിയുടെയും KSCB സമിതിയുടെയും സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. വലപ്പാട് ചന്തപ്പടി കഴിമ്പ്രം വിജയൻ സ്മാരക ഓപ്പൺ സ്റ്റേജിൽ വെച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കർഷക ദിനാചരണ യോഗം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച കർഷകരെ ആദരിച്ച് അവാർഡ് ദാനവും നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ സ്കൂളുകൾക്ക് പച്ചക്കറി തൈകളും HDPE പോട്ടും ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മുടെ നാട്ടില് രാജ്യത്ത് കർഷക ദിനം ആചരിക്കപ്പെടുന്നത്. അമേരിക്കയിൽ ഒക്ടോബർ 23 അമേരിക്കൻ കർഷക ദിനം. ലോകത്താകമാനം കർഷകരുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും കർഷക ദിനം ആ രാജ്യത്തിന്റെ പ്രത്യേക തീയതികളിൽ വെച്ചുകൊണ്ട് കാലാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് കർഷക ദിനം ആചരിക്കുന്നുണ്ട്. ലോകത്ത് കർഷകരില്ലെങ്കിൽ ലോകമില്ല എന്ന് വിശ്വസിക്കലാണ് അതിനേറ്റവും വലിയ ഉത്തമ ഉദാഹരണം. നിങ്ങൾക്കറിയോ, ഈ കാണുന്ന ഐക്യവും ഈ കാണുന്ന ഡ്രസ്സും ഈ കാണുന്ന ഭക്ഷണവും ഒന്നുമില്ലാത്തൊരു നൂറ്റാണ്ട് നമുക്കുണ്ടായിരുന്നു. കാട്ടു മനുഷ്യർ എന്ന് പറയുന്ന വേട്ടയാടപ്പെടുന്ന മനുഷ്യന്റെ കാലഘട്ടം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ കർഷക ദിനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ വിവിധ കാർഷിക മേഖലകളിൽ നിന്നായി 10 കർഷകരെ ആദരിച്ചു. 8 കർഷകർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, വികസന കമ്മിറ്റി ചെയർമാൻ MM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഷ്റ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കല ടീച്ചർ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ബഗീഷ് പൂരാടൻ, വാർഡ് മെമ്പർമാരായ ഷാജി അലിമു, വിനയ് പ്രസാദ്, ഷിജി CK, KK സൈനുദ്ദീൻ, വിവിധ വാർഡ് മെമ്പർമാർ, തളിക്കുളം കൃഷിഭവൻ സൗജന്യ വൈദ്യുതി ഉപഭോക്തൃ സമിതി സെക്രട്ടറിമാരായ സിദ്ധാർത്ഥൻ, ബാലൻ IA, തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAE പ്രതിനിധി EK ബഷീർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. കാർഷിക മേഖലയിൽ കീടനിയന്ത്രണം, നൂതന സാങ്കേതിക വിദ്യയായ ഡ്രോൺ ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന യുവ സംരംഭകൻ റഹീദ് പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ്മാരായ മാജി അഗസ്റ്റിൻ, ജിഷ K, രമ്യ CM, നയന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തളിക്കുളം കൃഷി ഓഫീസർ അഞ്ജന TR ചടങ്ങിൽ നന്ദി പറഞ്ഞു. ദേശീയപാത പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട പിക്കപ്പ് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. തൊടുപുഴ സ്വദേശി ദിനേബിനാണ് പരിക്കേറ്റത്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് അശ്രദ്ധമായി സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത്. ബസ് പെട്ടെന്ന് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്നും കള്ളുമായി വന്നിരുന്ന പിക്കപ്പ് വാൻ ബസ്സിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. പിക്കപ്പ് ഇടിച്ച് ഡിവൈഡറിൽ സ്ഥാപിച്ച സിഗ്നൽ പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞു വീണു. ഡ്രൈവറെ നാട്ടുകാർ എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പിന്നീട് ക്രൈൻ എത്തിച്ച് വാഹനം നീക്കി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സ്റ്റാൻഡിലേക്ക് വരുന്നതും പോകുന്നതുമായ ബസ്സുകൾ ദേശീയപാതയിലേക്ക് അശ്രദ്ധമായി പ്രവേശിക്കുന്നത് മൂലം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. പോലീസും ബന്ധപ്പെട്ട അധികൃതരും ബസ് ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും നിയമം പാലിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. എരുമപ്പെട്ടി വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ മരത്തുംകോട് ചിറപ്പുറത്ത് ആശാരി വീട്ടിൽ 50 വയസ്സുള്ള ആനന്ദൻ, അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ 21 വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത്. സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന പ്രവീണിന്റെ സഹോദരൻ പ്രണവിനും ബൈക്ക് യാത്രികൻ എരുമപ്പെട്ടി സ്വദേശി ഇയാഹിയ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും അപകടത്തിൽ പരിക്കേറ്റു. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. എരുമപ്പെട്ടി ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്കൂട്ടറും കുന്നംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടം നടന്ന ഉടനെ തന്നെ ആനന്ദിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവീണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമല ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരും വെള്ളറക്കാട് യൂത്ത് വോയിസ് ആംബുലൻസ് പ്രവർത്തകരും പന്നിത്തടം അലമിൻ ആശുപത്രി ആക്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പ്രവീൺ വിദേശത്താണ് ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവധിയിൽ നാട്ടിലെത്തിയത്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.